ചരിത്രപരമായ ഒരു വിജയം ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭയിൽ നേടിയതിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്ത് എത്തുകയാണ്. ഒരു വലിയ രീതിയിൽ തന്നെ ഒരു നീക്കം, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമോ അങ്ങനെ ഒരു നീക്കമോ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതിപ്പോൾ ഏത് രീതിയിലുള്ള ഒരു നീക്കമായിരിക്കും? അമിത്ഷാ ഇന്ന് രാത്രി 10 മണിയോടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ബി.ജെ.പിയുടെ നാളെ തിരുവനന്തപുരത്ത് വെച്ച് ബി.ജെ.പിയുടെ ദേശീയ സംസ്ഥാന പ്രതിനിധി സമ്മേളനം അവരെ അഭിസംബോധന ചെയ്യുന്നു. ഒപ്പം സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരസഭയിലെ 50 ബി.ജെ.പി. കൗൺസിലർമാരെയും അമിത്ഷാ തീർച്ചയായും കണ്ടിരിക്കും. പിന്നെ കുറച്ച് രാഷ്ട്രീയ ചർച്ചകൾ, കാരണം എൻ.ഡി.എക്ക് തിരുവനന്തപുരത്ത് അല്ല കേരളത്തിൽ വളരെ ശക്തമായൊരു നിലപാട് കൂടുതൽ വേണ്ടതുണ്ട്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ ബി.ജെ.പി. തയ്യാറെടുത്ത് വരികയാണ്, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ തന്ത്രപ്രധാനമായ നേമം, വട്ടിയൂർക്കാവ് അടക്കമുള്ള പാലക്കാട് അടക്കമുള്ള പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ആരാകണം സ്ഥാനാർത്ഥികൾ എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. കാരണം UDFിൻ്റെ സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസിന് 30 സ്ഥാനാർത്ഥികളെങ്കിലും അവർ പെട്ടെന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 50 കൗൺസിലർമാരുടെ ശക്തിയോടെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു കഴിഞ്ഞു. അത് സ്വാഭാവികം, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് സംസ്ഥാന നിയമസഭയിലേക്ക് എത്ര ബി.ജെ.പി. MLA ജയിപ്പിച്ചെടുക്കാനാകും എന്നതിൻ്റെ ഒരു കണക്കുകൂട്ടലാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. അതിനാണിപ്പോൾ അമിത്ഷാ രാത്രിയോടെ എത്തുന്നത്. നാളെ ഞായറാഴ്ച രാവിലെയാകും മറ്റ് ചർച്ചകളെല്ലാം ആരംഭിക്കുക. ഒപ്പം നിരവധി ബി.ജെ.പിയുമായി NDAയുമായി ചേരാൻ ആഗ്രഹിക്കുന്ന നിരവധി രാഷ്ട്രീയ കക്ഷികളുമായിട്ടും ഒക്കെ ചർച്ചകൾ നടക്കുമെന്ന് വളരെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു രാഷ്ട്രീയ നീക്കം എന്തെങ്കിലും കാണുന്നുണ്ടോ ഗോകുൽ? ഇപ്പോൾ അമിത്ഷാ പറയുന്നത് RSSുമായിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ട് RSSുമായിട്ട് ഒരു ചർച്ച നടത്താനുള്ളൊരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ RSS വലിയ രീതിയിൽ ഇറങ്ങിക്കളിക്കാത്തത്, ഗ്രൗണ്ട് ലെവൽ വർക്ക് RSSൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ബി.ജെ.പിക്ക് വലിയ രീതിയിൽ ഒരു വോട്ടിൻ്റെ ഒരു ചെറിയൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു വോട്ട് കുറവ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ RSSൻ്റെ അവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അമിത്ഷാ വന്ന് RSSുമായിട്ട് ഒന്ന് സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ഇനി അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന് മത്സരിക്കാനായിട്ടുള്ളൊരു നീക്കമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അമിത്ഷാ തിരുവനന്തപുരം സന്ദർശനമെന്നാണ് ബി.ജെ.പി. ക്യാമ്പുകളിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നേരത്തെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ എല്ലാ മണ്ഡലങ്ങളിലും ജനപ്രതിനിധികളെ ഇറക്കിക്കൊണ്ട് ഒരു മത്സരത്തിനാണ് ഇപ്പോൾ പണ്ടൊക്കെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇപ്പോൾ വിജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ, അതായത് കഴിഞ്ഞ വർഷമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറക്കാനാണ് ഇപ്പോൾ പ്ലാൻ. മുമ്പൊക്കെ വീതം വെച്ച് കൊടുപ്പായിരുന്നു. അതായത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ലോക്സഭയായാലും നിയമസഭയായാലും പരമാവധി ബി.ജെ.പി. നേതാക്കൾക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കുക. പക്ഷേ ഇത്തവണത്തെ ആ സ്ട്രാറ്റജി അതായിരിക്കില്ല. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നു, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. ആ സ്ഥാനാർത്ഥികളാകും ബി.ജെ.പിയുടെയും മറ്റ് NDA ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികളെ വരിക എന്നതാണ് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും അമിത്ഷാ വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും എന്നതായിരുന്നു തിരുവനന്തപുരത്തെ ബി.ജെ.പി. പ്രവർത്തകർക്ക് ബി.ജെ.പി. നൽകിയ ഒരു വാഗ്ദാനം. നഗരസഭ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ അമിത്ഷാ ഈ RSSനോട് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു വിജയത്തിൻ്റെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അമിത്ഷാജി ഇവിടെ എത്തുമെന്നാണ് അവർക്ക് നൽകിയ ഒരു സൂചന. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ RSSൻ്റെ ജില്ലാ സംസ്ഥാന ഘടകങ്ങളുമായി വളരെ വ്യക്തമായ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രാരംഭ ചർച്ചകൾ നടത്തിവെച്ച് അവരുടെ പിന്തുണയോടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ മേയർ VV രാജേഷിനെ മേയറാക്കിയതുപോലും RSSൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അതിൽ നിന്നും ബി.ജെ.പിക്ക് മാറി വ്യതിചലിച്ചു പോകാൻ നടക്കില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായൊരു തീരുമാനത്തിൽ RSSകാരോട് അമിത്ഷാ നേരിട്ട് സംസാരിക്കുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരുടെ തീരുമാനം എന്താണ്, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ RSSന് ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിർണായകമായ വിവരങ്ങൾ അല്ലെങ്കിൽ സ്വാധീനം അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്താൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയൊക്കെ ആയിരിക്കും നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടക്കം കുറിക്കുക.
പലതരത്തിലുള്ള സർവേകൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ ആധികാരികമായി നമുക്ക് നോക്കുകയാണെങ്കിൽ സർവേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സർവേ അവർ പുറത്ത് ഇറക്കിയിരുന്നു. അതിൽ കേരളത്തിലൊരു മൂന്നാം പിണറായി ഭരണം ഇനി ഉണ്ടാകില്ല, കാരണം അത്രത്തോളം ജനങ്ങൾ പിണറായി സർക്കാരിന് വെറുത്തുവെന്നും ഇനി സംഭവിക്കാൻ പോവുകയാണെങ്കിൽ ഒരു തൂക്കുസഭ, അതായത് UDF പ്ലസ് BJP എന്ന നിലയിൽ ഒരു തൂക്കുസഭയായിരിക്കും ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ എന്താണ് ഇപ്പോൾ BJP അല്ലെങ്കിൽ BJP RSSനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിൻ്റെ മൂന്നാം വരവിനെ തടയുക എന്നത് ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യത്തിൽ ഒരു ഭാഗത്തു നിന്നും UDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFനെയും LDFനെയും ഒരേപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ UDF ഇപ്പോൾ ഇരട്ടി വേഗതയിൽ ഇരട്ടി കരുത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ UDFനെയും LDFനെയും ഒരേപോലെ മത്സരിച്ച് വേണം BJP സംസ്ഥാനം പിടിച്ചെടുക്കുമെന്നും പറയാറായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു 7 സീറ്റെങ്കിലും BJP കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ നേടിയെടുക്കുമെന്നൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ LDFനെയും UDFനെയും ഒരേ ശക്തിയോടെ എതിർത്ത് വേണം BJPക്ക് ഇത് സാധ്യമാക്കിയെടുക്കാൻ. അതിനുള്ള തന്ത്രങ്ങളാകും ഇപ്പോൾ ഈ സർവേ റിപ്പോർട്ട്. എന്തായാലും സർവേ റിപ്പോർട്ടുകൾ ഒരു പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ്. പക്ഷേ എന്തായാലും BJP തിരുവനന്തപുരത്ത് അടക്കം നിയമസഭയിലേക്ക് സീറ്റ് ഉറപ്പിക്കുമെന്നതിൽ യാതൊരു സംശയമില്ലെന്നാണ് ഇപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും വ്യക്തമാക്കുന്നത്. ഇനി അതിലൊരു മാറ്റം വരണമെങ്കിൽ LDFൻ്റെയും UDFൻ്റെയും സ്ട്രാറ്റജി BJPക്കെതിരെ തിരിയണം. അവസാനത്തെ ഒരു ചോദ്യം. ഇപ്പം നാളെ അമിത്ഷാ എത്തുകയാണ്. കവടിയാർ ഉദ്യാ പാലസിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് അവസാന നിമിഷമാണ് എടുത്തിട്ട് പൊട്ടിക്കുന്നത്. നാളെ അമിത്ഷാ വരുമ്പോൾ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ CPM നിന്നോ ആരെങ്കിലും BJPയിലേക്ക് നിന്ന് അംഗത്വം എടുക്കുമോ? ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പാണ് റെജി ലൂക്കോസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, റെജി ലൂക്കോസ് ഒരു CPM പ്രവർത്തകനും ഒരു അനുഭാവിയാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ മൂന്നാറിലെ S. രാജേന്ദ്രൻ, മുൻ CPM MLA ആയ ചില പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് CPM പുറത്താക്കിയ S. രാജേന്ദ്രൻ അടക്കം അവിടെ സ്വതന്ത്രനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. S. രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞു, എൻ്റെ യാത്ര ഇനി BJPക്കൊപ്പമാണ്. അതേപോലെ എന്തെങ്കിലും സസ്പെൻസ് ഒളിച്ചു വെച്ചിട്ടുണ്ടാകും. കാരണം അതൊരു രാഷ്ട്രീയ സസ്പെൻസാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ എന്തെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അമിത്ഷാ പങ്കെടുക്കുന്ന ഒരു വേദിയിലേക്ക് ഒരു പാർട്ടിക്കാരനല്ലാത്തൊരു നേതാവ് കടന്നു വന്നാൽ ഉറപ്പിക്കാം അത് BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള വരവ് തന്നെയാണ്. എന്തായാലും ഒരു സസ്പെൻസ് ഞായറാഴ്ചത്തേക്ക് അമിത്ഷായും BJPയുടെ കേരള ഘടകവും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിന് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്.